സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം. പാലക്കാട് മണ്ണാർക്കാട് കുമരംപുത്തൂർ സ്വദേശിയായ 58-കാരനാണ് നിപ്പ ബാധിച്ചു മരിച്ചത്. പെരിന്തൽമണ്ണയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരണം. അരുൺ ശങ്കർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഇദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ ഗുരുതരമായിരുന്നു, മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളവരേക്കും അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന ജാഗ്രത എങ്ങനെയാണ്? നേരത്തെ പാലക്കാട് ഒരു സ്ത്രീക്ക് നിപ്പ സ്ഥിരീകരിച്ചിരുന്നു. അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ ഒഴിവാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ സമ്പർക്ക പട്ടികയിലുള്ളവരും എല്ലാവരും നെഗറ്റീവായിരുന്നു. അതോടുകൂടി ആ ആശങ്ക ഒഴിഞ്ഞു എന്നുള്ളതായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ വൈകിട്ട് തന്നെ മറ്റൊരാൾക്ക് നിപ്പ സ്ഥിരീകരിച്ചത്. മരണശേഷമാണ് സ്ഥിരീകരിച്ചത്. ഈ കുമരംപുത്തൂർ സ്വദേശിയായ 58-കാരൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പനി ബാധിച്ച് 2-3 ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ആദ്യം മണ്ണാർക്കാട്ടെ 2 ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. പക്ഷേ രോഗം മാറാത്തതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച മാറ്റി. അപ്പോൾ ഈ നിപ്പ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഐസൊലേഷൻ വാർഡിലേക്കാണ് മാറ്റിയത്. ഇന്നലെ വൈകിട്ടോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് സ്രവം അയച്ചു. അതിന്റെ ഫലത്തിലാണ് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫലം കൂടി വരേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നിപ്പയാണെന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും സ്ഥിരീകരിക്കുകയുള്ളൂ. പക്ഷേ പ്രാഥമികമായ സ്ഥിരീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. ഈ കുമരംചിറ പഞ്ചായത്തിൽ 10-ാം വാർഡിലാണ് ഈ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വാർഡിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അവിടെ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇയാളുടെ സമ്പർക്ക പട്ടിക ഉൾപ്പെട്ടുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം 2-3 ആശുപത്രികൾ ചികിത്സ തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് എവിടെയൊക്കെ പോയിട്ടുണ്ട്, ആരെയൊക്കെ കണ്ടിട്ടുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വിപുലമായിട്ടൊരു സമ്പർക്ക പട്ടിക ഉണ്ടാക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഐസൊലേഷൻ തീരുമാനിക്കും. എന്തായാലും പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫലം കൂടി വന്നാൽ മാത്രമേ ഇക്കാര്യത്തിലൊരു പൂർണ്ണ സ്ഥിരീകരണം ആവുകയുള്ളൂ. ശരി.